എന്താണ് യഥാർത്ഥത്തിൽ വസ്തുത? അങ്ങ് കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയിരുന്നല്ലോ. എന്തിനു വേണ്ടിയായിരുന്നു പോയത്? എന്തായിരുന്നു യഥാർത്ഥ വസ്തു? അതായത് കൊടുങ്ങല്ലൂർ ക്ഷേത്രമല്ല, കൊടുങ്ങല്ലൂർ കാവാണ്. കേരളത്തിലെ കാവുകളുടെ കാവായിട്ടാണ് കൊടുങ്ങല്ലൂർ കാവ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി ആ കാവ് സന്ദർശിക്കണം എന്നുള്ള ഒരാഗ്രഹം നേരത്തെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാനീയിടെ എഴുതി പൂർത്തീകരിച്ചിട്ടുള്ള ഒരു പുസ്തകം ഈ മെയ് മാസം അവസാനം പ്രകാശനം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അതിൻ്റെ പേര് സനാതനികളുടെ ഹിന്ദുത്വ വഴികളെന്നാണ്. ചിന്ത പബ്ലിഷേഴ്സാണ് പ്രസിദ്ധീകരിക്കുന്നത്. 400 രൂപയാണ് അതിൻ്റെ മുഖവില. പ്രീ പബ്ലിക്കേഷൻ വില 300 രൂപയാണ്. അപ്പോൾ ആ പുസ്തകത്തിലെ ഒരു പ്രധാനപ്പെട്ട അധ്യായമാണ് ആരാധനാലയങ്ങളുടെ വൈവിധ്യങ്ങൾ എന്ന് പറയുമ്പോൾ കേരളത്തിൽ സനാതനികൾ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ, ഓൾ ഇന്ത്യ തലത്തിൽ സനാതന ധർമ്മത്തിൻ്റെ പേരിൽ ഹിന്ദുത്വ വർഗീയത നടത്തുന്ന തെറ്റായ പ്രചരണങ്ങൾ, ഇവയൊക്കെ തുറന്നു കാണിച്ചുകൊണ്ടുള്ള ഒരു പുസ്തകമാണത്. അപ്പോൾ ആ പുസ്തകത്തിൻ്റെ രചനയുടെ ഭാഗമായി ആരാധനാലയങ്ങളുടെ വൈവിധ്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി കേരളത്തിലെ ഒട്ടേറെ ക്ഷേത്രങ്ങളിൽ, കാവുകളിൽ, മടപ്പരകളിലൊക്കെ സന്ദർശനം നടത്തുകയുണ്ടായി. അപ്പോൾ ഇന്നലെ എറണാകുളത്തേക്ക് വരുന്ന വഴിയിൽ സ്വല്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊടുങ്ങല്ലൂരിലാണ് നിർത്തിയത്. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലാണ് കാവ്. അപ്പോൾ ആ കാവ് ഇന്നലെ സന്ദർശിച്ചു. അതല്ലാതെ കാവിൽ ഭക്തൻ എന്ന നിലക്ക് ദർശനം നടത്തിയതല്ല. ആ കാവിൻ്റെ ഒരു പ്രത്യേകത അവിടുത്തെ കോഴിക്കല്ലുകൾ, അതുപോലെ തന്നെ തവിടുമുത്തി അവിടുത്തെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു മൂർത്തിയാണ്. അതുപോലെ തന്നെ വസൂരിമാല. ഇതുപോലെ തന്നെ ഈ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ നേതൃത്വത്തിൽ നേരത്തെ VT ഇന്ത്യയുടൻ എഴുതിയിട്ടുള്ള കൊടുങ്ങല്ലൂർ കാവിൻ്റെ പാരമ്പര്യം, ഐതിഹ്യം, ചരിത്രമൊക്കെ വിവരിച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ദി സീക്രട്ട് ചേംബർ, രഹസ്യ അറ. അപ്പോൾ കൊടുങ്ങല്ലൂരിലെ കോവിലിനകത്ത് ഒരു രഹസ്യ അറയുണ്ട്. ഇത് ആ പുസ്തകത്തിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ ഇതേവരെ കൊടുങ്ങല്ലൂർ കാവിനെക്കുറിച്ച് മനസ്സിലാക്കുകയല്ലാതെ, കേട്ടറിവില്ലാതെ, നേരിട്ടുള്ള അനുഭവം വേണം എന്ന അടിസ്ഥാനത്തിൽ സാന്ദർഭികമായിട്ട് ഇന്നലെ ആകസ്മികമായിട്ട് അവിടെ എത്തിയപ്പോൾ കാവ് സന്ദർശിച്ചു. അപ്പോൾ കാവിലെ അവിടുത്തെ സേവകന്മാർ സ്വാഭാവികമായിട്ടും എന്നെപ്പോലെയുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ വന്നാൽ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ അന്വേഷിച്ചറിയേണ്ട കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു തന്നു. കൂട്ടത്തിൽ ഒരാൾ വന്നു, ഈ സീക്രട്ട് ചേംബർ ഉണ്ട്, രഹസ്യ അറ. കൊടുങ്ങല്ലൂർ കോവിലിനകത്ത് അടച്ചിട്ട ഒരു മുറിയുണ്ട്. ആ മുറിക്കകത്ത് എന്താണ് ഇതാർക്കും അറിയില്ല. ഇന്ത്യയോടും പറയുന്ന ഒരു കാര്യമുണ്ട്. അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയമാണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നേരിട്ട് കാണുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് പോയത്. ഇവിടെ ജനൻ TV ആണ് ഇതിൻ്റെ വ്യാപകമായിട്ടുള്ള പ്രചരണം നടത്തിയത്. ഞാനങ്ങനെ രഹസ്യ സന്ദർശനമല്ല നടത്തിയത്. ആളുകളൊക്കെ കാണുക തന്നെ സന്ദർശനം നടത്തിയതാണ്. അപ്പോൾ അവിടെ വന്നിട്ടുള്ള ഒരു സംഘീയ അനുഭാവിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം ഈ രഹസ്യ അറയെക്കുറിച്ച് പറഞ്ഞത് അത് പരശുരാമൻ്റെ കാലത്ത് സ്ഥാപിച്ചതാണെന്ന്. ഞാൻ പറഞ്ഞു അല്ല, ബൗദ്ധ പാരമ്പര്യം കൂടി പറയുന്നുണ്ട് ആ സീക്രട്ട് ചേംബറിനെ സംബന്ധിച്ച്. ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചു, തിരിച്ചു പോന്നു. ഞാൻ ഉദ്ദേശിച്ചത് എന്താണോ അതൊക്കെ നടന്നു. ഭരണി ഉത്സവത്തോടനുബന്ധിച്ച് ഇനിയും ആ കൊടുങ്ങല്ലൂർ ഉത്സവം കാണണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഞാൻ. എൻ്റെ വീട്ടിൽ മതപരമായിട്ടുള്ള യാതൊരു ചിഹ്നങ്ങളും കണ്ടെത്താൻ കഴിയില്ല. അതേസമയം ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ ആരാധിക്കുന്ന ആരാധനാലയങ്ങൾ സ്വാഭാവികമായിട്ടും ചരിത്ര സ്മാരകങ്ങൾ കൂടിയാണ്. ക്ഷേത്രങ്ങളിൽ ഒട്ടേറെ ദാരുശില്പങ്ങളുണ്ട്, അതിമനോഹരമായിട്ടുള്ള കൊത്തുപണികൾ. ഇതൊക്കെ നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ രാജസ്ഥാനിലെ അജ്മീർ ദർഗ മുസ്ലിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അവിടെ ഞാൻ പോയിട്ടുണ്ട്.
അതുപോലെ തന്നെ ക്രിസ്തീയ ദേവാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട്. സിഖുകാരുടെ സുവർണക്ഷേത്രം സന്ദർശിച്ചിട്ടുണ്ട്. അതുപോലെ കേരളത്തിലുടനീളം അങ്ങോളം ഇങ്ങോളം ബ്രാഹ്മണീയമായിട്ടുള്ള ആരാധനാലയങ്ങളല്ലാതെ, അതൊക്കെയാണ് RSSകാർ പൊക്കിപ്പിടിക്കുന്നത്, അതല്ലാതെ കീഴാള ജനവിഭാഗങ്ങളുടെ ആരാധനാലയങ്ങളും മാടനും മറുതയും ഒക്കെ ഉണ്ടായിരുന്നല്ലോ. തമിഴിലെയും മലയാളത്തിലെയും പ്രധാനപ്പെട്ട നോവലിസ്റ്റായിട്ടുള്ള ജയമോഹൻ എഴുതിയിട്ടുള്ള ഒരു നോവലുണ്ട്. അതിൻ്റെ പേര് മാടൻ മോക്ഷം എന്നാണ്. പക്ഷെ ചുടലമാടനെ കുറിച്ചിട്ടാണ് അതിൽ പറയുന്നത്. അപ്പോൾ ആ മാടനെ മാടൻ തമ്പുരാനായിട്ട് മാറ്റിയെടുക്കുന്ന ഈ ഹൈന്ദവവൽക്കരണത്തിൻ്റെ പ്രക്രിയ ഉണ്ടല്ലോ, എന്ന് പറഞ്ഞാൽ സംഘപരിവാരം നേതൃത്വം കൊടുത്തുകൊണ്ട് നടത്തുന്ന ആ പ്രക്രിയക്കെതിരായിട്ടുള്ള ഏറ്റവും നല്ല തിരിച്ചടി നൽകുന്ന ഒരു നോവലാണത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി മാടൻ മോക്ഷം എന്ന പേരിലുള്ള ഒരു നാടകം കേരളത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം അതുകൊണ്ട് കേരളത്തിലെ ഈ സാംസ്കാരിക മേഖലയിൽ ശക്തമായ നിലയിൽ സംഘപരിവാറിൻ്റെ ഈ ഹൈന്ദവവൽക്കരണ പ്രക്രിയ അല്ലെങ്കിൽ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ വ്യാപനത്തിന് വേണ്ടി നടത്തുന്ന ഇടപെടലുകളെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്നുള്ള പുസ്തകം എഴുതിയിട്ടുള്ളത്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും അത് ഇതിനകം പരസ്യപ്പെടുത്തി കഴിഞ്ഞതാണ്. അപ്പോൾ ഈ കൊടുങ്ങല്ലൂർ കാവ് സന്ദർശനത്തെ അടിസ്ഥാനപ്പെടുത്തി അത് വിവാദമാക്കുക, അത് സംഘപരിവാറിൻ്റെ ഒരു അജണ്ടയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതേസമയം കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ഞങ്ങൾ എല്ലാ ഉത്സവ സ്ഥലങ്ങളും സന്ദർശിക്കും. ജനങ്ങൾ എവിടെയുണ്ടോ എവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റുകാർ എത്തും. അപ്പോൾ വിശ്വാസികൾ ഒത്തുകൂടുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ സാംസ്കാരിക മഹിമയെ ഉദ്ഘോഷിക്കുന്ന എല്ലാ ആഘോഷങ്ങളും വേണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ ആ നിലക്ക് ഇത് സന്ദർശിച്ചതിൽ യാതൊരു തെറ്റുമില്ല, തികച്ചും ശരിയായിട്ടുള്ള കാര്യമാണ്. ഒരു ചരിത്ര വിദ്യാർത്ഥി എന്ന നിലക്കുള്ള ഒരു സന്ദർശന പരിപാടിയാണ് അവിടെ നടത്തിയത്. അത് ബോധപൂർവമാണല്ലോ. അതായത് ആരാധനാലയങ്ങളെ വർഗീയവാദികളുടേത് മാത്രമാക്കി ചുരുക്കുക, അവിടെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്ന ആളുകളെ, വിശ്വാസികളെ പോലും അങ്ങോട്ട് പ്രവേശിപ്പിക്കരുത് എന്ന നിലക്ക് പ്രവർത്തിക്കുന്ന തീവ്ര ആശയങ്ങളുള്ള ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അത് ഹൈന്ദവ വിഭാഗത്തിൽ മാത്രമല്ല, മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിലുമുണ്ട്. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് മതനിരപേക്ഷതയെ സംരക്ഷിക്കുന്ന എല്ലാവരും, എല്ലാ ആരാധനാലയങ്ങളും വിശ്വാസികളുടെ ഒരു പൊതു ഇടമാണ്. സമൂഹത്തിൽ നാനാവിശ്വാസികൾ തമ്മിലുള്ള ഐക്യമുണ്ടാക്കുന്നതിൻ്റെ കേന്ദ്രങ്ങളാണ്. അതിൻ്റെയും ഒട്ടേറെ തെളിവുകളുണ്ടല്ലോ. ഒരു മുസ്ലിം ആരാധനാലയം, അവിടുത്തെ നേർച്ചയോടനുബന്ധിച്ച് ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകളെ കൂടി സഹകരിപ്പിക്കുക, ഇത് കേരളീയ പാരമ്പര്യത്തിലുള്ളതാണ്. അപ്പോൾ ആ പാരമ്പര്യത്തെ ഇല്ലാതാക്കിക്കൊണ്ട് മതനിരപേക്ഷവാദികളൊന്നും ഹിന്ദു ദേവാലയങ്ങളിൽ കടക്കരുത് എന്ന നിലക്കുള്ള വിലക്കുകൾ ഏർപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട്, അത് വിജയിക്കുന്നില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് ക്ഷേത്രങ്ങളിൽ പ്രവേശനമുണ്ടോ ഇല്ലയോ എന്നുള്ള തർക്കപ്രശ്നം മാത്രമല്ല അവരുന്നയിക്കുന്നത്. ഈ കേരളത്തിൽ ഈ പുസ്തകത്തിൽ പറയുന്ന ഒരു ഭാഗത്ത് കേരളത്തിൽ മഹാത്മാഗാന്ധി 5 തവണ സന്ദർശിക്കുന്നുണ്ട്. ആദ്യം 1920-ലാണ്. അന്ന് മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച ആശയം ഹിന്ദു മുസ്ലിം യൂണിറ്റിയാണ്. ഇതാണ് ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി. പിന്നീട് നടന്നിട്ടുള്ള 4 സന്ദർശനങ്ങളും അയിത്താചരണത്തിനെതിരായിട്ടുള്ള പ്രചരണ പ്രസ്ഥാനം, ഖദർ വസ്ത്ര പ്രചരണം, ഇതൊക്കെയാണ്. അയിത്തോച്ചാടനത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭം. ഇതിൻ്റെയൊക്കെ ഭാഗമായി മഹാത്മാഗാന്ധി കേരളത്തിൽ വന്നപ്പോൾ സനാതനികൾ കരിങ്കൊടി പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇതാണ് യഥാർത്ഥത്തിൽ മഹാത്മാഗാന്ധിയുടെ ആദ്യ വധശ്രമം പൂനെയിൽ നടന്നത് അയിത്തോച്ചാടന പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായി മഹാത്മാഗാന്ധി അവിടെ എത്തിയ സന്ദർഭത്തിലാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട തെളിവുകൾ അന്നത്തെ പത്രവാർത്തകളൊക്കെ ശേഖരിച്ചുകൊണ്ട് ഈ പുസ്തകത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. തീർച്ചയായിട്ടും എല്ലാ വായനക്കാരും അത് സ്വീകരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ.